ഞാനും വിചാരിച്ചിരുന്നു ഇന്ന് എന്താ പറയാ ഓണല്ലേ, അപ്പൊ മക്കളൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല ഇതില് ഇനി ഉച്ചയ്ക്കോ ഇല്ലെങ്കിലും വൈകുന്നേരത്തിനെങ്കിലും അവരെ കൊണ്ടുവരണം എന്നൊക്കെ. എന്നിട്ട് ഇനിയിപ്പൊ അതൊന്നുമില്ല. അവരൊന്നും കാണിക്കാൻ പോലും അവര് വരുന്നില്ല എന്നാണ്. മക്കൾക്ക് വരാൻ ഇഷ്ടമാണ്, പക്ഷെ അവര് പറഞ്ഞയച്ചില്ല. അവർക്ക് അച്ഛന്റെ വീടാണ്, അച്ഛന്റെ ആൾക്കാരാണ് വലുത് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ് അവര്. എന്താ ആവുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പിടിച്ചു നിൽക്കാനൊരു വരുമാനം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അവരെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും. അപ്പൊ ഒന്ന് തിരുവോണത്തിന്റെ തലേദിവസം ഉത്രാടാണ് കേട്ടോ. അപ്പൊ ഉത്രാടത്തിന് ഇവിടെ ഒന്ന് വെച്ചെടുക്കും. അപ്പൊ സാധാരണ നമ്മൾ നെയ്യപ്പം ഉണ്ണിയപ്പം ഒക്കെയാണ് വെച്ചെടുക്കല്. ഇന്നലെ ഉണ്ടാക്കി ഉണ്ണിയപ്പം. അപ്പൊ അമ്മ അത് ഇനിയിപ്പോൾ പഴയതുപോലെയല്ലേ, അപ്പോൾ ഇന്നേക്ക് തൽക്കാലം മധുരട്ടിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ കുക്കറപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ, കുറച്ച് മധുരട്ടിട്ട്. പിന്നെ നമ്മൾ പുളിയിഞ്ചിയും എന്തൊക്കെയോ കറികളൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ വിശ്വാസമാണ്, ഇങ്ങനെ സാധാരണ വെച്ചുകൊടുക്കുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് യാതൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരുപാട് ഐറ്റം ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, കാരണം എന്താ വെച്ചാൽ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയാൽ അങ്ങനെ ചിലവാകില്ല. പിന്നെ നാളെ ഇത് കഴിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, പഴയ ഭക്ഷണം കഴിക്കുന്ന പോലെയല്ലേ. നാളെ ഓണമായിട്ട് തിരുവോണമായിട്ട് നമ്മൾ പഴയ ഭക്ഷണം കഴിക്കുന്നത് നമുക്കും പറ്റാത്ത പരിപാടിയാണ്. അപ്പോൾ ഒക്കെ കുറേശ്ശെ ഉണ്ടാക്കിയതട്ട വെച്ചെടുക്കാൻ വേണ്ടി മാത്രം. കളൊക്കെ വൈകിട്ട് നല്ല പെരുമഴ കാരണം നമ്മള് ഇന്ന് വരെ പൂവിട്ടിട്ടില്ല കേട്ടാ. അപ്പൊ അമ്മ പൂവിടാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുട വെച്ചിട്ട് കുടയുടെ മുകളിലുണ്ട്, ഇത് വെച്ചതാണ് കുട പാറി പോവാതിരിക്കാന്. അത്യാവശ്യം പൂക്കളൊക്കെ ഉള്ള ദിവസമാണ്, പക്ഷെ ഭയങ്കര മഴ കേട്ടോ. അത് ഓണല്ലേ. ഏത് പൂവാ അടുത്തോ കേട്ടാ. എന്നാ തുടങ്ങിക്കോളി. മുക്കുറ്റി എന്ത് വെച്ചപ്പോഴേക്ക് മഴ പെയ്ത്. അമ്മമ്മയുടെ ശ്രീകുട്ടന്റെ വക പൂവാണ്. ശ്രീകുട്ടൻ കണ്ട മുണ്ടൊക്കെ മടക്കുത്തിട്ട് നമ്മളെ ശ്രീകുട്ടൻ കണ്ട പൂവിടാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കട്ടെ. പറഞ്ഞാലൊന്നും കേൾക്കൂല. ഞാൻ പറഞ്ഞിടത്തൊന്നുമല്ലോ അവൻ പൂവിടാൻ. എന്നാലും വലിയ മണ്ടിപ്പാഞ്ഞ് വരും. ഇന്നെന്താവോ മറ്റവരില്ലെങ്കിലും അവന് ഭയങ്കര ഹാപ്പിയാണ് തോന്നുന്നുണ്ട്. സാധാരണ അവർ മൂന്നാളും കൂടി ആകുമ്പോൾ അവിടെ തകർക്കുകയാണ് ചെയ്യുക. മക്കൾ 3 പേരും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. നമ്മളുടെ ആരും ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് പോയില്ലേ. എന്തായാലും ശ്രീകുട്ടൻ നന്നായി പൂവിടുന്നൊക്കെ ഉണ്ടിട്ടാ, എന്നെ പൂവിടാനയക്കാതെ. സത്യം പറഞ്ഞാൽ ഈ നേരത്തൊന്നും വലിയൊരു പ്രശ്നമില്ലാത്തൊരു സമയമായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ശേഷം മക്കളെ കൊണ്ടുവരണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു പൂവുണ്ടണമൊക്കെ. പക്ഷെ ഉച്ചയായപ്പോഴാണ് നമ്മളുടെ മൂഡ് മൊത്തം മാറിയത് കേട്ടോ. ഞാൻ മക്കളില്ലാതെ ഇതുവരെ ഒരു ഓണം കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ പിറന്നാളിനോ അവർ ഒരുമിച്ചുണ്ടായില്ല. അത് ഭയങ്കര സങ്കടമായിരുന്നു. ആ സമയത്ത് എനിക്ക് സർജറി ഒക്കെ ഉള്ള സമയമായ കാരണം എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയുക, ഓണത്തിനും ഒപ്പം കൂടാൻ പറ്റിയില്ല. ഞാൻ കഷ്ടപ്പെട്ട് പ്രസവിച്ച് വളർത്തി 8 വയസ്സോളം ആക്കിയിട്ട് ആ മക്കളെ കൂടെ ഒരുമിച്ചൊരു ഓണം ഉണ്ടാൻ പറ്റില്ലെങ്കിൽ എന്താ എൻ്റെ വിഷമം. ഈ സമയമൊക്കെ അതാണ് കേട്ടോ അങ്ങനെ ഹാപ്പിയിലിരിക്കുന്നത്, ഉച്ചയ്ക്ക് അവരെ കാണാലോ വെച്ചിട്ട്. ഇന്ന് ഞങ്ങൾ കുറച്ച് പൂവ് ഞങ്ങൾ വാങ്ങിയിട്ട്, എന്നാലും 50 രൂപയ്ക്ക് 3 കളർ പൂവ്. തിരൂര് പോയപ്പോഴേ ഇവർക്ക് ഓഫറാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്മാർട്ട് വാച്ച് വാങ്ങാൻ പോയി. അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നപ്പോ 3 വർക്ക് ആവണില്ല. അപ്പൊ ഞങ്ങൾ നെക്സ്റ്റോ പോയിട്ട് അത് മാറ്റിയിട്ട് സാധാരണ വാച്ച് എടുത്തിട്ടാ സ്മാർട്ട് വാച്ച് മാറ്റി വെച്ചു. ഇതെന്താ ഒരേ കളർ ഇടുന്നു? ഇതിനുള്ള മറ്റേ മഞ്ഞ ഈ മഞ്ഞ 5 കള്ളിയുള്ളൂല്ലേ. ഒരു കള്ളിക്ക് സ്ഥലമില്ലല്ലോ. ഒരു കള്ളിയും കൂടി ഉണ്ടാക്കാൻ നോക്കണം. അത് സാരില്ല, ഇവിടെ ഒരു വെള്ള വട്ടം വരയ്ക്കും. അവിടെ അല്ല, അതിന് ഒന്നിലൂടെ ഉണ്ടാ ഇതിൽ നിറയ്ക്കാൻ നമുക്ക് നല്ലതാണ്.
ഇതാണ് ഇവിടെ വെള്ളം ഞങ്ങള് പിന്നെ അതിനോട് ചോദിച്ചിട്ട് വാങ്ങിയതാ. ഞങ്ങള് മഞ്ഞ എന്തും വാങ്ങിയിരുന്നുള്ളൂ. അപ്പൊ വെള്ളം ഒരു പെണ്ണ് വാങ്ങണ. അപ്പൊ ഞാൻ ചോദിച്ചു കുറച്ച് വെള്ളം തരും, ഞങ്ങക്ക് ഇതിന് മഞ്ഞ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്താവോ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ടാ തോന്നുന്നത് വേഗം തന്നു. ആരുടെ പൂവിട്ടത്? ശ്രീകുട്ടനും അമ്മമ്മയും കൂടി ഇട്ടാണ്. അപ്പൊ ബാക്കിയുള്ള പൂ കണ്ടാ വെച്ചിന്. എന്താ ബാക്കിയുള്ള പൂ രണ്ടാളും കൂടി പറ ചുറ്റോട് പരത്തിട്ട്. അപ്പൊ ഞാൻ പറയാം മഴയത്ത് ഒലിച്ചു വന്നായി. അപ്പൊ ഞാൻ പറയാം ആൾക്കാർ വിചാരിക്കുന്നത് മഴയത്തൊക്കെ കൂടി പൂക്കളം ഒലിച്ചു വന്നതാണ്. ഇനിയിപ്പോ സാരമില്ല, ഇതുവരെ മഴയായിരുന്നു. ഞങ്ങള് പോയി ചായ അടിക്കട്ടെ കേട്ടാ. എനിക്ക് മാത്രം ഇട്ടത്, ഞാൻ മാത്രമേ തിന്നാത്തുള്ളൂ. ഇത് വന്നപ്പോ ഇതാ മറിച്ചിടുകയാണ്. ഇതിന് പഞ്ചസാര ഇടാറുമ്പോ ശ്രീകുട്ടന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടാ. എന്നുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താ കുറച്ചും കൂടി തിന്നാലും ബുദ്ധി ഉണ്ടാവില്ല. ഊണൊന്നും വേണ്ട, നമ്മൾ ഇംഗ്ലീഷുകാരൊന്നും നല്ല കൈയേറ്റ കഴിച്ചില്ല. ഊണാത്ര അതിനെടുക്കല്ല, മുണ്ടില് ആ ചോട്ടിൽ എന്തെങ്കിലും ഇട്ടിട്ടിരിക്കും മതി. അമ്മ കറിയിലേക്കുള്ള വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കാണ്. അതിന്റെ ഒപ്പം തന്നെ ചായ കുടിക്കാനും നോക്കുകയാണ് കേട്ടാ. ചായ കഴിഞ്ഞാൽ വേഗത ആയാലും അവരാർക്ക് അവരാരെ പണിയെടുത്തൂടെ. ചായ കുടിക്കാൻ വിളിച്ചാൽ വരാൻ എന്താ കാട്ടുക? എപ്പ ഉണ്ടാക്കിയ പണ്ടാവൻ ഉണ്ടാക്കിയ ഇപ്പോഴും കുടിക്കാനാണ്. തീക്കൂടെ മുണ്ടൊക്കെ എടുത്തിട്ട് ചായ വേണ്ടേ? നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? പഴം, ചായ, അപ്പം, പപ്പടം ഇതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് കേട്ടാ നമ്മള് ചായ കുടിക്കുന്നത്. ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നിട്ട് കുടിക്കാണ്. ഇന്നലെ വെച്ചെടുക്കാൻ വേണ്ടിട്ടേ നെയ്യപ്പം പഴയതല്ല തലേദിവസം ഉണ്ടാക്കിയല്ലേ വെച്ചിട്ട് നെയ്യപ്പം ഞങ്ങൾ എടുത്തില്ല. അപ്പോൾ കലത്തപ്പം ഉണ്ടാക്കിയാണ് കേട്ടാ. ചായ കുടിക്കട്ടെ, ഞാൻ വീഡിയോ എടുത്താണ്. ഞാനും വിചാരിച്ചിരുന്നു ഇന്ന് എന്താ പറയാ ഓണല്ലേ, അപ്പൊ മക്കളൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല ഇതിൽ ഇനി ഉച്ചയ്ക്കും ഇല്ലെങ്കിലും വൈകുന്നേരത്തിനെങ്കിലും അവരെ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നാണ് കേട്ടോ. പക്ഷെ സാധിച്ചില്ല. അവരൊന്ന് ആക്കി തരാൻ പറഞ്ഞപ്പോ അപ്പോൾ കൊണ്ടുവന്നാക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവാറില്ല കേട്ടോ. അവിടുന്ന് അവരെ കൂട്ടിയിട്ട് വരലാണ്. അവിടെ അടുത്തുള്ള സ്റ്റോപ്പിലേക്ക് ഞാൻ കൊണ്ടാക്കി തരിക ചെയ്യാറുള്ളത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇന്ന് ആക്കി തരാൻ പറഞ്ഞപ്പോൾ ഇന്ന് ആക്കി തരില്ല പറഞ്ഞു. വേണമെങ്കിൽ നാളെ കൊണ്ടുപോയിട്ട് മറ്റന്നാൾ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തിന് മാത്രമായിട്ട് ഞാൻ അത്രയും ദൂരം പോയിട്ട് വരണേ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി അടുത്ത ആഴ്ച കൊണ്ടുവരാന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഓണമൊക്കെ ഭയങ്കര സങ്കടത്തിലുള്ള ഒരു ഓണാണ്. ഞാൻ അവര് വരുന്നതന്നെ പ്രതീക്ഷിച്ചായിരുന്നു. അത് ചെയ്യാൻ നമുക്ക് ഒപ്പം കൂട്ടാൻ പറ്റിയില്ല. ഇനി എന്താ ചെയ്യ. അപ്പോൾ ഞാൻ ഒരുപാട് വിശേഷങ്ങളായിട്ട് വരാനൊക്കെ കരുതിയതായിരുന്നു. മക്കളൊക്കെ വന്നിട്ട് ഇനിയിപ്പോൾ അതൊന്നുമില്ല. അവരൊന്നും കാണിക്കാൻ പോലും അവര് വരുന്നില്ല എന്നാണ്. മക്കൾക്ക് വരാൻ ഇഷ്ടമാണ്, പക്ഷെ അവർ പറഞ്ഞയച്ചില്ല. അവർക്ക് അച്ഛൻ്റെ വീടാണ്, അച്ഛൻ്റെ ആൾക്കാരാണ് വലുത് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ് അവര്. അവർക്ക് അമ്മ വെറുതെ ഒന്ന് വളർത്തി വലുതാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ജീവി മാത്രമായിട്ടാണ് അവര് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ തമ്മിലുള്ള സ്നേഹം അതൊന്നും ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല. അമ്മമാർക്ക് മക്കളില്ലാത്ത വേദന സങ്കടമൊക്കെ അറിയുള്ളൂ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയാ, ഇനി അടുത്ത ആഴ്ച മരുന്ന് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ എങ്ങോട്ടാണ് ജീവിതം പോണെന്ന് ആലോചിച്ച ഒരു അന്തല്ല കേട്ടോ. രണ്ടാൾ ഇവിടെ രണ്ടാൾ അവിടെ, എത്ര പോവും എങ്ങനെ പോവും എന്താവും എന്നൊന്നും ഒരു പിടിയില്ല. മക്കളെ ജീവിതം എന്താവുന്ന ഒരു ഐഡിയയേ ഇല്ല. ആലോചിക്കുമ്പോൾ ഒരു സമാധാനവും ഇല്ല, ഒരു വരുമാന മാർഗവും ഇല്ല, ഒന്നുമില്ല. എന്താ ആവുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പിടിച്ചു നിൽക്കാനൊരു വരുമാനം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അവരിടയ്ക്കിടയ്ക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പോൾ അതിനും ഒരു മാർഗമില്ല, ഒരു ജോലിക്ക് പോകാനും മാർഗമില്ല. വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് വ്ളോഗൊക്കെ ഇടലുണ്ട്. നമ്മുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുന്നത് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, എന്താ പറയുക, ലൈക്ക് ചെയ്യണം. അപ്പൊ ഇനി നാളെ പുതിയൊരു വീഡിയോയുമായി കാണാം.